സ്വന്തം ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ഒരാൾ എത്രമാത്രം കുലീനനും മനുഷ്യ സ്നേഹിയുമാകണം. എന്നും കൂടെയുള്ളവരുടെ പോലും ഹൃദയവികാരങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. എത്ര അടുത്തിടപഴകിയാലും അവനോ അവൾക്കോ എന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്നതാണ് പലരുടെയും സ്വകാര്യ ദുഃഖം. വീടിനും സ്വത്തിനുമൊക്കെ കാവൽ നിൽക്കാൻ ദിവസക്കൂലിക്ക് ആളെ കിട്ടും. ഹൃദയം കാക്കുന്നവരെ ലഭിക്കാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസമാണ്. അതിമനോഹരമായ റോസാപ്പൂക്കളുമായി ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു വൃദ്ധനെക്കുറിച്ചാണ് ഇന്നത്തെ കഥ. അടുത്ത സീറ്റിലിരുന്ന പെൺകുട്ടിയുടെ കണ്ണുകൾ ഈ റോസാപ്പൂക്കളിൽ ഉടക്കുന്നത് ആ വൃദ്ധൻ ശ്രദ്ധിച്ചു. അവൾ ആ റോസാപ്പൂക്കളുടെ ഭംഗി ആവോളം ആസ്വദിക്കുകയാണ്. ഇറങ്ങേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അയാൾ ആ പൂക്കൾ ആ പെൺകുട്ടിയുടെ മടിയിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൂക്കൾ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. നിനക്ക് ഇവയോടുള്ള ഇഷ്ടം നിന്റെ കണ്ണിൽ ഞാൻ കണ്ടു. ഇവ നിനക്ക് തരുന്നതായിരിക്കും അവൾക്കും കൂടുതൽ ഇഷ്ടം. യാത്ര പറഞ്ഞ് ആ വൃദ്ധൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്നത് കൃതജ്ഞതയോടെ നോക്കി അവൾ ഒരു കാഴ്ച കണ്ടു. അയാൾ കയറിപ്പോയത് ഒരു സെമിത്തേരിയുടെ ഉള്ളിലേക്കായിരുന്നു. ആഗ്രഹ സാക്ഷാത്കാരങ്ങൾ രണ്ട് തരത്തിലാകാം. ഒന്ന്, മനസ്സറിഞ്ഞ് ചെയ്യുക. രണ്ട്, മനസ്സ് മടുത്ത് ചെയ്യുക. കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ നൽകുന്നവന് സംതൃപ്തിയും സ്വീകരിക്കുന്നവന് ആശ്ചര്യവും ഉണ്ടാകും. നിവൃത്തികേടുകൊണ്ട് ചെയ്യുമ്പോൾ നൽകുന്നവനിൽ അസ്വസ്ഥതയും സ്വീകരിക്കുന്നവനിൽ ദയനീയതയും മുഴച്ചു നിൽക്കും. ഹൃദയത്തെ തൊടുന്നവർക്ക് മാത്രമാണ് ഹൃദയാഭിലാഷം മനസ്സിലാവുക. ഹൃദയവും തലച്ചോറും തമ്മിലുള്ള മത്സരത്തിനിടയിൽ തലച്ചോർ ജയിച്ചാൽ വ്യക്തികൾ വിജയിക്കും. ഹൃദയം വിജയിച്ചാൽ ബന്ധങ്ങൾ വിജയിക്കും. അപ്പോൾ ബന്ധങ്ങൾ വിജയിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം.